പൂക്കോട് തടാകം. പൂക്കോട് തടാകം. പനമരം പുഴ പൂക്കോട് തടാകത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. പനമരം പുഴ പൂക്കോട് തടാകത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. പൂക്കോട് തടാകത്തിന് ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയാണ്. പൂക്കോട് തടാകത്തിന് ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ആകൃതിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകമാണ് പൂക്കോട് തടാകം. വയനാട് ജില്ലയിലെ മറ്റൊരു തടാകമാണ് ഹൃദയ സരസ് എന്നറിയപ്പെടുന്ന മേപ്പാടി തടാകം. വയനാട് ജില്ലയിലെ മറ്റൊരു തടാകമാണ് ഹൃദയ സരസ് എന്നറിയപ്പെടുന്ന മേപ്പാടി തടാകം. ഇതിന് ഹൃദയത്തിൻ്റെ ആകൃതിയാണ്. മേപ്പാടി തടാകത്തിന് ഹൃദയത്തിൻ്റെ ആകൃതിയാണ്. ചെമ്പ്ര കൊടുമുടിയുടെ താഴ്വരയിലാണ് മേപ്പാടി തടാകം. ചെമ്പ്ര കൊടുമുടിയുടെ താഴ്വരയിലാണ് മേപ്പാടി തടാകം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ 96.5 കിലോമീറ്റർ നീളത്തിൽ കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. വേമ്പനാട്ട് കായൽ 96.5 കിലോമീറ്റർ നീളത്തിൽ കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതം, ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് എന്നിവ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ്. കോട്ടയം ജില്ലയിലെ കുമരകം പക്ഷി സങ്കേതം, ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് എന്നിവ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ്.